എല്ലാ സിനിമാ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാളത്തിലെ കരുത്തുറ്റ ഒരു വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസ്, അതായത് നമ്മളെ വിട്ടു പിരിഞ്ഞുപോയി, അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ജോസ് വീഴുമ്പോൾ കരഞ്ഞ ഒരാളെ മാത്രമേ എനിക്കറിയൂ, അത് സേതുമാധവനാണ്. കടയുടെ നിരക്കമ്പി കൊണ്ടുള്ള അടിയേറ്റ് തല പിളർന്ന് ജോസ് വീഴുമ്പോൾ കീരിക്കാടൻ ചത്തേ എന്നൊരു അലർച്ചയുണ്ട് ഹൈദ്രോസിൻ്റെ. ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് ആ അലർച്ചയുണ്ടാക്കിയ ആനന്ദം. പടക്കം പൊട്ടിച്ചു, തെരുവിൽ അർമാദിച്ചു, രാമപുരത്തുകാർ ആ രാത്രിയെ കൊണ്ടാടി. പക്ഷെ അയാൾ തിരിച്ചു വന്നു. അങ്ങനെയൊന്നും ചാവുന്നവനല്ല ഈ ജോസ് എന്ന് വെല്ലുവിളിച്ചു. പിന്നെ കണ്ണുനട്ട് കാത്തിരുന്നത് മുഴുവൻ കീരിക്കാടൻ ജോസ് എന്ന് തീരും എന്ന് കാണാനാണ്. എപ്പോഴും കേൾക്കാൻ കാത്തിരുന്ന വിശേഷമാണ് ജോസിന്റെ മരണം. കീരിക്കാടൻ ജോസിന്റെ മരണമാണ് പ്രത്യേകം ഓർക്കണം. പ്രിയപ്പെട്ട ജോസ്, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും ക്ലാസിക് കരച്ചിൽ നിങ്ങൾക്ക് അരികിലിരുന്ന് സേതുമാധവൻ കരഞ്ഞു കഴിഞ്ഞു. അത്ര ഉച്ചത്തിൽ, ആത്മാർത്ഥമായി, അത്രയ്ക്ക് തകർന്ന്, അത്രമേൽ തീവ്രമായി ഇനി ഒരാൾക്ക് കരയാനാവുമെന്ന് തോന്നുന്നില്ല. കൈക്കരുത്തുള്ളൊരു വില്ലൻ കഥാപാത്രത്തെ രംഗത്തിറക്കി വിടുന്നതിന് ലോഹിതദാസ് എന്ന തിരക്കഥാകൃത്തിന് ചില രീതികളുള്ളതായിട്ട് ഓരോ സിനിമകൾ കണ്ടാലും നമുക്ക് മനസ്സിലാവും. ഉടൻ രംഗപ്രവേശനം ചെയ്യാൻ പോകുന്ന ആ കഥാപാത്രത്തെക്കുറിച്ചൊരു ചിത്രം അയാളെക്കുറിച്ചുള്ള മറ്റുള്ള കഥാപാത്രങ്ങളുടെ വിവരണങ്ങളിലൂടെ പ്രേക്ഷകർക്ക് നൽകിയ ശേഷം ആ ഒരു ബിൽഡപ്പോടെയാകും അയാളെ നേരിൽ അവതരിപ്പിക്കാറ്. കിരീടത്തിലെ കീരിക്കാടൻ ജോസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അയാൾ സ്ക്രീനിൽ പ്രത്യക്ഷനാകുന്നതിന് മുമ്പേ നമ്മൾ ആ സിനിമയിൽ പലതവണ കേൾക്കുന്നുണ്ട്. അതിൽ തന്നെ മമ്മൂക്കോയുടെ കഥാപാത്രം നടത്തുന്ന ഒരു വിവരണത്തിലൂടെ ജോസ് എന്ന ചട്ടമ്പിയുടെ ഭൂതകാലം ഹ്രസ്വമായൊന്ന് വെളിപ്പെടുത്തുന്നുമുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. മമ്മൂക്കോയ എന്താണ് പറയുന്നത്. ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കൈ പിറ്റേന്നൊരു ശവം ഉറപ്പാ. ഇപ്രകാരമുള്ള ഒരു ബിൽഡപ്പിന് ശേഷമാണെങ്കിൽ പോലും കിരീടത്തിലെ നിർണായകമായ ആ ഫൈറ്റ് സീൻ ജോസിനെ ആദ്യമേയങ്ങ് ആ കവലയിൽ കൊണ്ടു നിർത്തുകയല്ല ലോഹിതദാസ് ചെയ്യുന്നത്. പിന്നെയോ അയാളുടെ അതായത് അയാളുടെ വലങ്കയായ പരമേശ്വരൻ എന്ന മറ്റൊരു ഗുണ്ടയിൽ നിന്ന് തുടങ്ങുന്ന സംഘടനത്തിന്റെ മധ്യത്തിലാണ് സാക്ഷാൽ കീരിക്കാടൻ ജോസ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നേരിൽ അവതരിപ്പിക്കപ്പെടുന്നത്. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബിൽഡപ്പോടെ രംഗപ്രവേശനം ചെയ്യുന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്ന് തീർച്ചയായും കിരീടത്തിലെ കീരിക്കാടൻ ജോസ് തന്നെയായിരിക്കും. ആ ഒരു സീനിലേക്ക് മാത്രമല്ല, മലയാള സിനിമയിലേക്ക് തന്നെയുള്ള ഗംഭീരമായ ഒരു എൻട്രി തന്നെയാണ് ഇതെന്ന് പറയാം. പിൽക്കാലത്ത് ആ നടന്റെ സ്വന്തം പേര് പോലും കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിന്റെ പേരിന് വഴിമാറിക്കൊടുത്തു എന്നത് ചരിത്രം. കീരിക്കാടന്റെ വലങ്കയായിരുന്ന പരമേശ്വരനെ കിരീടത്തിലും ചെങ്കോലിലും അവതരിപ്പിച്ച നടൻ ജോണി കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മളോട് വിട പറഞ്ഞു. എന്നാൽ ഈ ഒക്ടോബറിൽ കീരിക്കാടനും വിട പറഞ്ഞു. കിരീടത്തിലെ കീരിക്കാടൻ മോഹൻരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമെങ്കിൽ ജോണിയുടെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു ചെങ്കോലിലെ പരമേശ്വരൻ. വില്ലന്മാരുടെ 2020 എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമായ മൂന്നാം മുറ എന്ന സിനിമയിലെ വില്ലന്മാരുടെ കൂട്ടത്തിൽ ഒരാളായി തുടക്കം. അതിനുശേഷമാണ് മോഹൻരാജ് എന്ന നടനെ കീരിക്കാടൻ ജോസാക്കി മാറ്റിയ കിരീടം എന്ന സിനിമ വരുന്നത്. അത് 1989 ജൂലൈയിൽ റിലീസായ ആ ചിത്രത്തിൽ മോഹൻലാലിന്റെ വില്ലനായിരുന്നുവെങ്കിൽ അതേ മാസം തന്നെ ഇറങ്ങിയ അർത്ഥം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലന്മാരിൽ ഒരാളായും അഭിനയിച്ചു. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ ഒട്ടനവധി വില്ലൻ വേഷങ്ങൾ, ആകാരവും സ്ക്രീൻ പ്രസൻസും തന്നെയായിരുന്നു കൈമുതൽ. ഇതിനിടയിൽ ഉപ്പുകണ്ടം ബ്രദേഴ്സ്, പ്രവാചകൻ, ക്യാബിനറ്റ്, ഹലോ തുടങ്ങിയ ചില ചിത്രങ്ങളിൽ നായകപക്ഷത്തും മോഹൻരാജ് എന്ന നടനെ നമ്മൾ കണ്ടു. ആമിന ടൈലേഴ്സിലെ മലപ്പുറം മൊയ്തീൻ എന്ന കഥാപാത്രത്തിലൂടെ വില്ലനല്ലാത്ത ചട്ടമ്പിയായും വന്നുപോയി. തൻ്റെ നാമഹേതുവ കഥാപാത്രത്തിൻ്റെ മറ്റൊരു തലത്തെ ചെങ്കോലിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞു.
വീണ്ടും കിരീടം എന്ന ചിത്രത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് സേതുമാധവന്റെയും അച്യുതൻ നായരുടെയും എന്ന പോലെ കീരിക്കാടൻ ജോസിന്റെയും കൂടെ കഥയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ സിനിമയുടെ നെടുംതൂടുകളിൽ ഒന്നായി ആ കഥാപാത്രമുണ്ട്. അതിന് വെല്ലുന്നൊരു കഥാപാത്രം മോഹൻരാജ് എന്ന നടന്റെ കരിയറിൽ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നത് ഒരു സത്യമാണ്. അപ്പോൾ മോഹൻരാജ് എന്ന് പറയുന്ന ആ മഹത്തായ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ആൾക്ക് അല്ലെങ്കിൽ കീരിക്കാടൻ ജോസിന് ഈ ചാനലിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.